രാജാക്കാട്ടെ മുല്ലക്കാനത്ത് CHC ആശുപത്രിക്ക് ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് 95.48 ലക്ഷം രൂപ അനുവദിക്കുകയും വനിതാ വാർഡ് നിർമ്മാണത്തിന് വേണ്ടി ആ തുക അനുവദിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആകുകയും ചെയ്തു. ഇതുവരെയും അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ ഫണ്ട് ലാപ്സാക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ഈ മാസം 23-ാം തീയതി CHSയുടെ ഉദ്ഘാടനം നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുകയും എന്നാൽ 23-ാം തീയതി ഈ ഉദ്ഘാടന പരിപാടി മാറ്റിവെക്കുകയും ചെയ്തു. നമുക്കറിയാൻ കഴിഞ്ഞത് മന്ത്രിമാർ തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ഈ ഉദ്ഘാടന കർമ്മം മാറ്റിവെക്കുവാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. പിന്നോക്ക വികസനത്തിൻ്റെ മന്ത്രി അബ്ദുൾ റബ്ബ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയുകയും എന്നാൽ കേരളത്തിൻ്റെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയാണ്ട് പോകുന്നത്. ഇവിടെ 100 കണക്കിന് പരാതികളും പരിപാടികളൊക്കെ ആയിട്ട് പോവുകയും ഇവിടുത്തെ ഇടുക്കി ഉടുമ്പൻചോലയുടെ MLA MM മണി അവറുകളെ ഈ പരാതികളൊക്കെ അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാജക്കാടിലെ വികസന കൂട്ടായ്മയുടെ ആളുകൾ പരാതിയുമായി നേരിട്ട് തിരുവനന്തപുരത്ത് പോയി MM മണി MLAയും മന്ത്രി വീണ ജോർജിനെയും കണ്ട് നിവേദനം കൊടുത്തിട്ടും ഇതുവരെയും ആശുപത്രിയുടെ ഈ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാനോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയുന്നില്ല. ഇപ്പോഴും അറിയാം, ഈ മുല്ലക്കാനം ആശുപത്രിയിൽ 100 കണക്കിന് ആളുകൾ വരുമ്പോൾ അവരുടെ ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ കിടത്തി ചികിത്സിക്കുവാനോ തയ്യാറാകുന്നില്ല. ഈ ആശുപത്രിയുടെ ശോധനാവസ്ഥ കണ്ടുകൊണ്ട് ഒരു മന്ത്രി വരികയാണെങ്കിൽ ശോധനാവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ആശുപത്രിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ പോകുമെന്ന് കഴിഞ്ഞപ്പോഴും മന്ത്രിമാർ തമ്മിലുള്ള തർക്കം കാരണമാണ് ഈ ഉദ്ഘാടനം മാറ്റിവെച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആശുപത്രിയാണിത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൻ്റെ അകത്ത് മുൻകൈ എടുത്തു വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടിയും തമ്മിലുള്ള കശവിഷ മൂലമാണോ ഇത് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തോൽപ്പിക്കാൻ വേണ്ടി പാർട്ടി കളിക്കുന്നതാണോ അതേ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മന്ത്രിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാടകം കളിക്കുന്നതാണോ എന്താണെങ്കിലും ഈ പരിപാടി മാറ്റിവെച്ചു. അതിന് ശക്തമായ ഖേദമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ആശുപത്രിയുടെ വനിതാ വാർഡിന് അനുവദിച്ചിരിക്കുന്ന തുക കൊണ്ട് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം നടത്തി ആശുപത്രി വികസനത്തിൻ്റെ പാതയായിട്ട് കൊണ്ടുവരണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാനുള്ളത്.